متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدى والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرشة من الألوان دينا وتقنية علوما حرفة. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥയും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളെ അവൻ്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും കുടുംബത്തെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ തക്കവയുള്ളവരായി ജീവിക്കാനും
അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഭരണാധികാരിയാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭനായ ഒരു സ്വഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്ന കാഴ്ചയാണ്. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധിച്ചത്. ആ സമയത്ത് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ലിമ തബ്കി യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് അമീറുൽ മുഅ്മിനീൻ താങ്കൾ കരയാനുള്ള കാരണം? താങ്കളുടെ മുഖം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നുവല്ലോ, താങ്കൾ വല്ലാത്ത ദുഃഖിതനാണല്ലോ, എന്താണതിന് കാരണമെന്ന് മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ മറുപടി നാം ഏറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മറുപടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല അബൂ മുസ, അല്ലാഹു നമുക്ക് സ്വർഗം തരുമോ? അല്ലാഹു നമുക്ക് സ്വർഗം തരുമോ? ആ സ്വർഗം നഷ്ടപ്പെടുമോ എന്നതോർത്താണ്, നരകത്തിലെങ്ങാനും പ്രവേശിക്കേണ്ടി വരുമോ എന്നതോർത്താണ് ഞാൻ കരഞ്ഞത്, അതാണ് വല്ലാത്ത പ്രയാസപ്പെടുത്തിയത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയാണ്. ആലോചിക്കണം സഹോദരങ്ങളെ, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രത്തിലൂടെ ഹദീസിലൂടെ ഒരുപാട് തവണ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ നാവിലൂടെ പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് സുന്ദരമായ ഒരു സ്വർണത്തിന്റെ കൊട്ടാരം സ്വർഗത്തിൽ പണി കഴിഞ്ഞിരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാർക്കാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പ്രവേശിക്കാതെ തിരിഞ്ഞു നടന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വഴിയിൽ ഒരു ഭാഗത്തുകൂടെ ഉമറും മറുഭാഗത്തുകൂടെ ഇബ്ലീസും വന്നാൽ ഇബ്ലീസ് വഴിമാറിപ്പോകുമെന്ന് പറഞ്ഞ അത്രയ്ക്കും മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ കടന്നു വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നുവെങ്കിൽ അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ രണ്ടാമത്തെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പ്രിയപ്പെട്ടവരെ സ്വർഗം നഷ്ടപ്പെടുമോ, അള്ളാഹു അത് ഞങ്ങൾക്ക് നൽകാതിരിക്കുമോ, അതല്ല ഞങ്ങൾക്ക് ആ സ്വർഗം നഷ്ടപ്പെടേണ്ടി വരുമോ എന്നോർത്ത് അദ്ദേഹം കരയുന്നത്. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്, ഉമർ താങ്കൾ ഒരിക്കലും ഭയപ്പെടേണ്ട, തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം തരിക തന്നെ ചെയ്യും.
ഒരിക്കലും താങ്കൾ ഭയപ്പെടേണ്ടതില്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു ഈ ആദർശത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, ഈ ആദർശം സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഉൾക്കൊണ്ട് ഈ മാർഗത്തിലേക്ക് കടന്നു വന്നവരാണല്ലോ നമ്മളെല്ലാവരും. മാത്രമല്ല അതിൻ്റെ പേരിൽ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ മാർഗത്തിലേക്ക് പ്രവേശിച്ചവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മെ കൈവിടില്ല, ഒരിക്കലും അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്തില്ല എന്ന് മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പടച്ച തമ്പുരാനിലേക്ക് ഉയർത്തി അള്ളാഹുവോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നാഥാ, നിന്റെ സ്വർഗത്തിന്റെ മൂലയിൽ ഒരു ഭാഗമെങ്കിലും ഈ ഉമറിനും ഉമറിന്റെ ചങ്ങാതിക്കും വേണ്ടി നീ മാറ്റിവെക്കണമേ, ഞങ്ങൾക്ക് നൽകണമേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, എത്ര തവണ നരകത്തെക്കുറിച്ച് നാം കേട്ടു, എത്ര തവണ സ്വർഗത്തിന്റെ സന്തോഷകരമായ രംഗങ്ങൾ നാം അനുഭവിച്ചു ആയത്തിലൂടെ, ഹദീസിലൂടെ. തറാവീഹ് നമസ്കരിച്ചപ്പോ, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചപ്പോ അതിന്റെ വിത്തറിലെ ഖുനൂത്തിൽ ഇമാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുവല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അന്നാറു ഹഖ്കുൻ വൽ ജന്നത്തു ഹഖ്കുൻ. നാഥാ, നിന്റെ നരകം സത്യമാണ്, നിന്റെ സ്വർഗം സത്യമാണ് എന്ന് ഇമാമുകൾ ആവർത്തിച്ച് പടച്ച തമ്പുരാനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞ സഹോദര, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചോ സ്വർഗത്തിന്റെ സന്തോഷകരമായ രംഗങ്ങളെക്കുറിച്ചോ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയും ആ സ്വർഗം നഷ്ടപ്പെടുമോ എന്നോർത്ത് ഏതെങ്കിലും നിമിഷത്തിൽ എവിടെയെങ്കിലും കരഞ്ഞതായി ഓർക്കുവാനെങ്കിലും ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ, അവിടുത്തെ ആസ്വാദ്യകരമായ അനുഭവങ്ങൾ, അവിടുത്തെ അനുഭൂതികൾ, അനന്തമായ അനുഗ്രഹങ്ങൾ ഒരിക്കലും മനുഷ്യ മനസ്സിന് വിഭാവനം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ അപ്പുറമാണ് വിശദീകരിച്ചിട്ടുള്ളത് ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുവല്ലോ സ്വർഗത്തെക്കുറിച്ച്, മലാ ഐനുൻ റഅത് വലാ ഉസ്നുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. മലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം, വലാ ഉസ്നുൻ സമഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗം, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിനും വിഭാവനം ചെയ്യാൻ സാധിക്കാത്ത സ്വർഗം. അത്രയ്ക്കും മനോഹരമാണ് സ്വർഗം. ഈ വാചകം പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിലെ 17-ാമത്തെ വാചകം പാരായണം ചെയ്യുകയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അവരുടെ കണ്ണിന് കുളിർമയേകുന്ന എന്തെന്തൊക്കെ സുഖ സൗകര്യങ്ങളാണ് സ്വർഗത്തിൽ നാം അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് മൂലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അത്രയ്ക്കും മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ സംഗമങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാഹു വിശദീകരിച്ചതിനേക്കാളേറെ അല്ലാഹു മറച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനേക്കാളേറെ ഇനിയും നാം ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട് സ്വർഗത്തിൽ. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് നാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്തുൽ മുഹമ്മദിലെ 15-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ വാചകം സൂറത്തുൽ മുഹമ്മദിലെ 15-ാമത്തെ ആയത്താണ്. മസലുൽ ജന്നത്തിൽ ലതീ വഉദൽ മുത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ അറിയണം, തീർച്ചയായും സത്യവിശ്വാസികളായ മുത്തഖികളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കതാ
അല്ലാഹു സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, അതിലതാ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്. വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി വ്യത്യാസം വരാത്ത പാലിന്റെ അരുവികളും അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു. വ അൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമാകുന്ന ആനന്ദമേകുന്ന മദ്യത്തിന്റെ അരുവികളുള്ള സ്വർഗം. വ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുള്ള സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, സ്വർഗീയ അരുവികളെ കുറിച്ചാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. നല്ല വെള്ളത്തിന്റെ അരുവികൾ, പാലിന്റെ അരുവികൾ, തേനിന്റെ അരുവികൾ, മദ്യത്തിന്റെ അരുവികൾ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതാ പടച്ച തമ്പുരാൻ മദ്യത്തിന്റെ പ്രത്യേകത വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിലെ മദ്യത്തിന്റെ പ്രത്യേകത ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അവിടുത്തെ മദ്യം കുടിച്ചാൽ തലവേദനയ്ക്കില്ല, ലഹരി ബാധിക്കില്ല. സ്വർഗത്തിലെ മദ്യത്തിന്റെ പ്രത്യേകത പറയാൻ, ലഹരിയും ബാധിക്കൂല, അതേപോലെ തന്നെ തലവേദന ഉണ്ടാവില്ലാന്ന് നമുക്കറിയാലോ. ഇവിടെ ആരെങ്കിലും മദ്യം കുടിച്ചാൽ അവന്റെ തലവേദനിക്കുമെന്നാ പറയുന്നത്, അവന് ലഹരി ബാധിക്കുമെന്നാ പറയുന്നത്, അവന്റെ ബുദ്ധി മറഞ്ഞു പോകുമെന്നാ നമ്മൾ കാണുന്നത്. അവൻ അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സ്വർഗത്തിൽ മദ്യം നിറച്ച കോപ്പകളുമായിട്ടതാ അവർക്ക് ചുറ്റും ചെറിയ മക്കൾ നടക്കുകയാണ്. വെളുത്തതും കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്നതുമായ മദ്യം. അതിൽ യാതൊരു ദോഷവുമില്ല, ലഹരി ബാധിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മദ്യം ലഭിക്കണോ, ഈ ആനന്ദം ലഭിക്കണോ, ഈ അനുഗ്രഹം ലഭിക്കണോ, അതിനെന്ത് വേണമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ മദ്യത്തെ വെടിയണേ, അതിൽ നിന്നും മാറി നിൽക്കണേ. കാരണം ഫഇന്നമാ ഉമ്മുൽ ഖബായിസ, എല്ലാ മ്ലേച്ഛതകളുടെയും തിന്മകളുടെയും മാതാവാണ് മദ്യം. അതുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കണേ മനുഷ്യരെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണല്ലോ അവിടുന്ന് വിശദീകരിച്ചത്, മദ്യം വിളമ്പുന്ന സദസ്സിൽ പോലും, അത് പാർട്ടിയുടെ പേരിലായാലും ഓഫീസിലെ സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളായാലും മദ്യം വിളമ്പുന്നുണ്ടോ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ മാറി നിൽക്കാൻ സാധിക്കണമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയും അതാ സ്വർഗലോകത്തെ കുറിച്ച് പറയുന്നിടത്ത് വളരെ ഗൗരവമായി പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? സ്വർഗമെന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരു ലോകമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ വാചകം, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാനാ, അവരുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പകയെ, വിദ്വേഷത്തെ മാറ്റിവെക്കുമെന്നാണ്. അലാ സുറുറിൻ മുതകാബിലീൻ, പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചാരിയിരിക്കുന്നവരായിരിക്കും, സന്തോഷത്തോടുകൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നവരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. നാം തിരിച്ചറിയണം, തീർച്ചയായും പരസ്പര മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്ന് പറയുന്നത്, നോക്കി പുഞ്ചിരിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഭാഗ്യമുള്ള, അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് മാത്രം കഴിയുമെന്നാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ഒരുപക്ഷെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മോടൊപ്പം താമസിക്കുന്ന ഒരുപാട് ആളുകൾ റൂമിലുണ്ടാകും. അവരോട് നാം സലാം പറയാറുണ്ട്, അവരോട് മുസാഫഹത്ത് ചെയ്യാറുണ്ടാവും. പക്ഷേ നമ്മുടെ മുഖത്ത് പലപ്പോഴും പുഞ്ചിരി ഉണ്ടാവാറില്ല. കൂട്ടുകാരെ കാണുമ്പോൾ സലാം പറയാറുണ്ട്, പലപ്പോഴും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പക്ഷേ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവാറില്ല. എന്താ അല്ലാഹു പറഞ്ഞത്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാനാ, സ്വർഗത്തിൽ അങ്ങനെയല്ല, നാം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ മനുഷ്യരെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്വേഷത്തെ മാറ്റിവെക്കുകയാണ്. നാം മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാമല്ലോ, സ്നേഹമുള്ളവരുമായി, ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായി എത്ര സംസാരിച്ചാലും നമുക്ക് മതി വരാറില്ല. നമുക്കറിയാമല്ലോ, ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന ആനന്ദം
നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന സമാധാനം പലപ്പോഴും പല ആളുകളും മണിക്കൂറുകളോളം സംസാരിച്ചാലും പറയാറ് തികഞ്ഞില്ല, സമയം തികയുന്നില്ല എന്നൊക്കെയാണ്. ഓൺലൈനിൽ നേരിൽ കണ്ട് സംസാരിക്കുന്ന, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നവരാണെങ്കിൽ അവിടെയും ആനന്ദം വർദ്ധിക്കുകയാണ്. എല്ലാ നാട്ടിൽ പോയി അതല്ലെങ്കിൽ ഭാര്യയുമായി നേരിൽ കണ്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ആനന്ദവും സന്തോഷവും വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് തന്റെ ഇണയുമായി സ്വർഗത്തിൽ കഴിയുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ വിശദീകരിച്ചു. ഹും വഅസ്വാജുഹും ഫീ നിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. തീർച്ചയായും സ്വർഗവാസികളും അവരുടെ ഇണകളും നോക്കണേ, അവരും അവരുടെ കൂട്ടുകാരുമെന്നല്ല, അവരും അവരുടെ സഹപ്രവർത്തകരുമെന്നല്ല. ഹും അവരും അഥവാ സ്വർഗവാസികളും വഅസ്വാജുഹും അവരുടെ ഇണകളുമുണ്ടല്ലോ. അതാ സ്വർഗത്തിൽ മുഖത്തോട് മുഖം നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംവിധാനിച്ചിട്ടുള്ള അതിന്റെ തണലിൽ അവർ ചാരിയിരുന്ന് സന്തോഷത്തോടുകൂടി വർത്തമാനം പറയുകയാണ്. നാം മനസ്സിലാക്കണം, ഇവിടെ എത്രമാത്രം സ്നേഹമുള്ളവരാണെങ്കിലും എത്രമാത്രം അടുപ്പമുള്ളവരാണെങ്കിലും ഇഷ്ടമുള്ളവരാണെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്വർഗത്തിൽ അങ്ങനെയില്ല. ഒരു സൗന്ദര്യ പിണക്കം പോലും, അനാവശ്യമായ ഒരു വാചകം പോലും അവിടെ പറയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ സന്തോഷകരമായ അനുഭൂതികളെ കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ലാഹു സ്വർഗത്തിലെ ഇണകളെ കുറിച്ച് വിശദീകരിച്ചു. സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. മനുഷ്യരെ നിങ്ങൾ അറിയണം, സ്വർഗത്തിലിതാ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ തരുണികളെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ഫജഅൽനാഹുന്ന അബ്കാറ. അവർ കന്യകകളാണ് കേട്ടോ. അഥവാ വിവാഹത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത്, നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത്, നിങ്ങളോട് എങ്ങനെയാണോ സംസാരിച്ചത്, ആ മധുരമൂറുന്ന സംസാരവും ആ രൂപത്തിലുള്ള നല്ല പെരുമാറ്റവും ആ രൂപത്തിലുള്ള നല്ല അടുപ്പവും ഒക്കെ എന്നും നിലനിൽക്കുന്ന രൂപത്തിൽ, എന്നും ഒരു പുതുമയുള്ള രൂപത്തിൽ, എന്നും ആ നവത്വം നിലനിൽക്കുന്ന രൂപത്തിലായിരിക്കും സ്വർഗീയ ഇണകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഉർബൻ അത്റാബ. അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. ഭർത്താവിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഇണകളാണ് സ്വർഗത്തിൽ. അവർ സമപ്രായക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഒരു വാചകം പോലും ലാ യസ്മഊന ഫീഹാ ലഹ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അനാവശ്യമായ ആവശ്യമില്ലാത്തൊരു വാചകം പോലും നിങ്ങൾക്ക് അവിടെ കേൾക്കേണ്ടി വരില്ല. സമാധാനം, എവിടെ നോക്കിയാലും സമാധാനം, ആർക്കും പറയാനുള്ളത് സമാധാനം എന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. എത്ര വിശദീകരിച്ചാലും എത്ര മണിക്കൂറുകൾ വിശദീകരിച്ചാലും ഒരു പക്ഷേ തീരാത്ത രൂപത്തിൽ അത്രയ്ക്കും നല്ല വിശദീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വർഗത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇത് നഷ്ടപ്പെടുമോ? ഇത് നഷ്ടപ്പെട്ടാലുള്ള പ്രയാസമോർത്താണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. ഇത് നഷ്ടപ്പെടരുതേ എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് മഹദി ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാര സദൃശ്യമായ ജീവിതം ഈ ലോകത്ത് വെച്ച് ഉപേക്ഷിച്ചത്. ഇത് നഷ്ടപ്പെടാതിരിക്കാനാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിലെ സ്വർഗീയ ജീവിതം ഉപേക്ഷിച്ചത്. ഇത് നഷ്ടപ്പെടാതിരിക്കാനാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തും കച്ചവടവുമെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോയത്. ഇത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളും പ്രവാചകന്മാരുമെല്ലാം പണിയെടുത്തതും അധ്വാനിച്ചതും. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകം റളിയല്ലാഹു അൻഹും വറദു അൻഹും. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരതാ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്തൊക്കെ അതാർക്കു വേണ്ടിയാണ് എന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും പലതവണ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ആയത്തുകളാണല്ലോ ഇന്നലിൽ മുത്തഖീന മഫാസ, ഹദായിക വ അഅനാബ എന്ന് തുടങ്ങി സ്വർഗീയ അനുഭൂതികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ആ അനുഭൂതി ആസ്വദിക്കാനുള്ള ഭാഗ്യമെന്ന് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് ഇന്നലിൽ മുത്തഖീന മഫാസ. തീർച്ചയായും
സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കാണെന്നാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പരാമർശിച്ച എല്ലാ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചു. അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ സൂക്ഷ്മത, തഖ്വ എന്ന വിഷയം വളരെ ഗൗരവത്തിലായി നമുക്ക് കാണാൻ സാധിക്കും. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, സ്വർഗമെന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവർക്കാണ്, സൂക്ഷ്മതയുള്ളവർക്കാണ്, മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാൻ നമ്മോട് യാത്ര ചോദിക്കുകയും ആ പരിശുദ്ധമായ റമദാനിനെ പിന്നെ നാം യാത്രയാക്കുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും പ്രിയപ്പെട്ടവരെ ഈ തഖ്വ എന്ന് തന്നെയാണ്. ഒരു മാസം നാം നോമ്പെടുത്തത്, അതേപോലെ തന്നെ റമദാനിൽ തറാവീഹ് നമസ്കരിച്ചത്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചത്, അള്ളാഹുവോട് പ്രാർത്ഥിച്ചത്, പല ആളുകളും ഉംറ ചെയ്തത്, അതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തത്, അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതെല്ലാം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ. എങ്കിൽ അതെല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ്, തഖ്വ വർദ്ധിപ്പിക്കാൻ, തഖ്വയുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ മനുഷ്യരെ ഇനി ആ തഖ്വ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലേക്കും നിങ്ങൾ ചെന്ന് ചാടരുത് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ലയോ നോമ്പിന്റെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും നാം കേട്ട പഠിച്ച ആയത്താണല്ലോ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അതേ പ്രിയപ്പെട്ടവരെ, ആ തഖ്വ നാം നേടിയെടുത്തു കഴിഞ്ഞുവെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തനത്തിലേക്കും ഇനിയുള്ള 11 മാസക്കാലവും അതല്ല മരണം വരേക്കും നാം ചെന്ന് ചാടരുത് എന്നാണ് ഇസ്ലാമിന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് കാണാൻ, കേൾക്കാൻ, അറിയാൻ ആഗ്രഹമുണ്ടായിട്ട് പോലും ഹറാമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ, മനസ്സിന്റെ, ശരീരത്തിന് മുമ്പിലേക്ക് വന്നപ്പോൾ നാം ആവർത്തിച്ച് പറഞ്ഞ വാചകം ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്നാണെങ്കിൽ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഇനിയുള്ള 11 മാസക്കാലം അടുത്ത റമദാൻ വരേക്കും അത്തരം ഹറാമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും അവസരങ്ങൾ ഉണ്ടായാൽ പോലും പ്രിയപ്പെട്ടവരെ നാം പറയേണ്ട വാചകം ഇന്നി സ്വാഇമുൻ എന്നായിരുന്നുവെങ്കിൽ ഇനി നാം പറയേണ്ട വാചകം കുന്തു സ്വാഇമ, ഞാൻ നോമ്പുകാരനായിരുന്നു എന്നാണ്. എനിക്കതിന് കാണാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അതറിയാൻ പാടില്ല, അത് ഹറാമാണ്. നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും മനുഷ്യരെ, നിങ്ങൾ കണ്ടതെന്ത്, ഞാൻ തന്നെ കണ്ടുകൊണ്ടെന്ത് കണ്ടു, ഞാൻ തന്നെ കാതുകൊണ്ടെന്ത് കേട്ടു, മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ പോലും അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ, അതെല്ലാം പരലോകത്ത് ഹാജരാക്കുകയും കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ അതാ പ്രത്യേകമായി നമ്മോട് താക്കീത് ചെയ്യുകയാണ്. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളൊരു സ്ത്രീയെ പോലെയാകാൻ പാടില്ല. എന്താണ് ആ സ്ത്രീയുടെ കുഴപ്പമെന്നറിയോ? വലാ തകൂനു കല്ലത്തി അതിരാവിലെ പ്രഭാത സമയത്ത് എഴുന്നേറ്റ സ്ത്രീയാണ്. ആ സ്ത്രീയത കഠിനമായി അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. ആ സ്ത്രീ എന്താണെന്നറിയോ? ആ സ്ത്രീയുടെ കഷ്ടപ്പെടുന്ന എന്താണെന്നറിയുമോ? ആ സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് നൂലുകളുണ്ട്. ആ നൂലുകളെല്ലാം പിരിച്ച് അവസാനം വൈകുന്നേര സമയമാകും വരേക്കും ആ സ്ത്രീ കഷ്ടപ്പെട്ട അവസാനമതാ ഒരു വസ്ത്രം നെയ്തുണ്ടാക്കുകയാണ്. എന്നാൽ വൈകുന്നേരമായപ്പോ ആ സ്ത്രീ ചെയ്ത പണി എന്താണെന്നറിയോ? അതുവരേക്കും കഷ്ടപ്പെട്ട എല്ലാ അധ്വാനങ്ങളും പാഴാക്കി കളയുന്ന രൂപത്തിൽ ആ നൂലെല്ലാം ഓരോന്നോരോന്നായി അഴിച്ചെടുക്കുകയാണ്. അഥവാ ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കാവണം മനഃപൂർവ്വം സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു നോട്ടവും നമ്മുടെ കണ്ണുകൊണ്ടുണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും സംസാരം സംസാരിക്കുമ്പോൾ നാം ചിന്തിക്കണം, പടച്ച തമ്പുരാനെ, ഈ സംസാരം മൂലം സ്വർഗം നഷ്ടമാകുമോ? എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കണം, അല്ലാഹുവേ, ഈ ചിന്ത മൂലം, ഈ കാണൽ മൂലം, ഈ കേൾക്കൽ മൂലം എനിക്ക് സ്വർഗം നഷ്ടമാകുമോ, നഷ്ടപ്പെടുമോ? അതല്ല നരകത്തിലേക്ക് നാനും പ്രവേശിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരിൽ പെട്ടുപോകുമോ എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്. ആ രൂപത്തിലായിരിക്കണം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്ന് മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക, അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ട എല്ലാവിധ തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തിന്മകളും സർവാധിനാഥനായ പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാം എടുത്ത നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ,
നമ്മുടെ മറ്റു കർമ്മങ്ങൾ, ഖിയാമുൽ ലൈൽ തുടങ്ങി ഒരുപാട് കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുകയും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾ, പലരുടെയും സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠ, അനുജ, അനുജത്തിമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നാളെ അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കി നമ്മളെയും അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും അല്ലാഹു ആ രൂപത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കുടുംബക്കാരെയും കൂട്ടുകാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിലേക്ക്, ഷിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ഇണകളിൽ നിന്നും, മക്കളിൽ നിന്നും, പണ്ഡിതന്മാരിൽ നിന്നും, നേതാക്കന്മാരിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ഭാര്യയിൽ നിന്നും, നമ്മുടെ മക്കളിൽ നിന്നും അല്ലാഹു നമ്മുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കാൻ, അതേപോലെ തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും തടയുവാനുമുള്ള അത്തരം ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.